നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ പ്രതിസന്ധികളിലൊന്നിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സാമൂഹിക പ്രവർത്തകനായ ഹർഷ് മന്ദർ അടുത്തിടെ എഴുതിയൊരു ലേഖനം നമ്മെ ചില ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. 2020 ഫെബ്രുവരിയിൽ വടക്കുകിഴക്കൻ ഡൽഹിയിൽ നടന്ന വർഗീയ കലാപവും അതിനെ തുടർന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കും ആക്ടിവിസ്റ്റുകൾക്കുമെതിരെ ചുമത്തപ്പെട്ട ഡൽഹി കലാപ ഗൂഢാലോചന കേസും ഓർമ്മയില്ലേ? ആ സംഭവത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേസിൽ വിചാരണ പോലും തുടങ്ങാതെ പൗരന്മാരുടെ അവകാശങ്ങൾ എങ്ങനെ ഹനിക്കപ്പെടുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡൽഹി കലാപത്തിൽ 58 മനുഷ്യജീവനങ്ങളാണ് പൊലിഞ്ഞത്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം തകർന്നു തരിപ്പണമായി. ഭരണകൂടത്തിൻ്റെയോ സർക്കാരിൻ്റെയോ യാതൊരു സഹായവുമില്ലാതെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ തകർന്ന ജീവിതം പച്ചപിടിപ്പിക്കാൻ ഇന്നും പോരാടുകയാണ്. എന്നാൽ ഇതിനെയെല്ലാം മറയാക്കി ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലെടുത്ത FIR 59/2020 എന്ന കേസ് വലിയൊരു ചോദ്യചിഹ്നമായി മുന്നിലുണ്ട്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് 18 പേരാണ്. ഇതിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥി നേതാക്കളും സാമൂഹിക പ്രവർത്തകരുമായിരുന്നു. അവർ ചെയ്ത ഒരേ ഒരു കുറ്റം എന്തെന്നാൽ 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജനാധിപത്യപരമായി തെരുവിൽ സമരം ചെയ്തു എന്നത് മാത്രമാണ്. ഈ 18 പേരിൽ 16 പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. ബാക്കി 2 പേരും പൗരത്വ സമരത്തിൽ സജീവമായി പങ്കെടുത്തവരും. കലാപം നടന്ന് 6 മാസങ്ങൾക്ക് ശേഷം 2020 സെപ്റ്റംബറിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് 17,000-ലധികം പേജുകളുള്ള ഒരു ഭീമൻ കുറ്റപത്രമാണ്. കേൾക്കുമ്പോൾ വലിയ ഗൂഢാലോചന എന്ന് തോന്നാം. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ 17,000 പേജുകളിൽ ഒരിടത്ത് പോലും പ്രതികൾ എന്തെങ്കിലും തരത്തിലുള്ള അക്രമം നടത്തിയെന്നോ അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തെന്നോ അല്ലെങ്കിൽ അവർ അക്രമത്തിന് ആഹ്വാനം ചെയ്ത് പ്രസംഗിച്ചെന്നോ തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പകരം അവർ ചെയ്തത് എന്താണ്? ഭരണഘടന ഉറപ്പു നൽകുന്ന സമാധാനപരമായ പ്രതിഷേധങ്ങളെയും നിയമലംഘനങ്ങളെയും ഒരു ഭീകരവാദ ഗൂഢാലോചനയെ ചിത്രീകരിച്ചു. വാട്സാപ്പ് ചാറ്റുകളും പ്രസംഗങ്ങളും ചില സാമ്പത്തിക ഇടപാടുകളും കൂട്ടിക്കലർത്തി പോലീസ് വലിയൊരു കെട്ടുകഥയുണ്ടാക്കി. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യൻ സന്ദർശന സമയത്ത് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ആസൂത്രണം ചെയ്ത കലാപമാണിതെന്നായിരുന്നു പോലീസിന്റെ വാദം. രാജ്യത്തിന്റെ പരമാധികാരത്തെ തകർക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഈ യുവാക്കൾക്ക് മേൽ UAPA നിയമത്തിലെ സെക്ഷൻ 43D(5) അനുസരിച്ച് പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ സത്യമാണെന്ന് കോടതിക്ക് തോന്നിയാൽ ജാമ്യം നിഷേധിക്കാം. 2019 സുപ്രീം കോടതിയുടെ ചില വിധികൾ കാരണം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തെളിവുകളുടെ ആഴത്തിലുള്ള പരിശോധന നടത്താൻ കോടതികൾ തയ്യാറാകുന്നില്ല. തത്ഫലമായി വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതികൾ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്നു. ഈ കേസിൽ ഉമർ ഖാലിദിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഉമർ ഖാലിദ് അമരാവതിയിൽ നടത്തിയ പ്രസംഗം പൂർണ്ണമായും ഗാന്ധിയൻ തത്വങ്ങളെക്കുറിച്ചും അഹിംസയെക്കുറിച്ചുള്ളതായിരുന്നു. അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നത് ഭീകരവാദമാണെങ്കിൽ നമ്മളിൽ പലരും ജയിലിൽ പോകേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രതിയായ ഷർജിൽ ഇമാമിന്റെ അഭിഭാഷകൻ ചോദിച്ചത് കലാപം നടക്കുമ്പോൾ ഇതിനകം തന്നെ പോലീസ് കസ്റ്റഡിയിലായിരുന്ന ഒരാൾ എങ്ങനെയാണ് പുറത്ത് കലാപം ആസൂത്രണം ചെയ്യുന്നത് എന്നാണ്. പക്ഷേ കോടതികൾ ഈ യുക്തിരഹിതമായ വാദങ്ങളെ പലപ്പോഴും ഗൗരവത്തിലെടുത്തില്ല. അടുത്തിടെ 5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം സുപ്രീം കോടതി 5 പേർക്ക് ജാമ്യം അനുവദിച്ചു. ഇത് ആശ്വാസകരമാണെങ്കിലും ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവരുടെ ജാമ്യം കോടതി നിഷേധിക്കുകയുണ്ടായി. ഇവരെ സൂത്രധാരന്മാർ എന്ന് വിഭജിച്ചുകൊണ്ടാണ് കോടതി ഈ വിവേചനം കാണിച്ചത്. ഇവിടെ പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് പോലുള്ള സംഘടനകൾ ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. വിചാരണ പോലും തുടങ്ങാത്ത ഒരു കേസിൽ കൃത്യമായ തെളിവുകളില്ലാതെ വെറും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണകൂടത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി കോടതികൾ പ്രവർത്തിക്കുകയാണോ എന്ന് അവർ ചോദിക്കുന്നു. കഠിനമായ ജാമ്യ വ്യവസ്ഥകൾ പൗരന്മാരെ കൂടുതൽ പീഡിപ്പിക്കാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. 5 വർഷം കഴിഞ്ഞിട്ടും ഈ കേസിൽ വിചാരണ തുടങ്ങിയിട്ടില്ല. ഒരു കുറ്റപത്രം പോലും കൃത്യമായി ഫ്രെയിം ചെയ്തിട്ടില്ല. നിരന്തരം ജഡ്ജിമാർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നീതി നടപ്പിലാക്കലല്ല, മറിച്ച് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്ന മറ്റൊരു രീതിയാണ്. ഹർഷ് മന്ദർ തന്റെ ലേഖനത്തിൽ ഒരു പഴയ പത്രസമ്മേളനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഡൽഹി പോലീസ് പറയുന്നത് ഈ കലാപത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ്. ഞാനും അത് സമ്മതിക്കുന്നു. പക്ഷേ ആ ഗൂഢാലോചന പോലീസ് പറയുന്നതല്ല. യഥാർത്ഥ ഗൂഢാലോചന എന്തായിരുന്നു? ഡൽഹി തിരഞ്ഞെടുപ്പ് സമയത്ത് ഭരണകക്ഷിയിലെ പ്രമുഖ നേതാക്കളും മന്ത്രിമാരും പരസ്യമായി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി. ഭരണഘടനാ വിരുദ്ധമായ നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവരെ വെടിവെക്കുമെന്ന് ആഹ്വാനം ചെയ്ത നേതാക്കൾ ഇന്നും സ്വതന്ത്രരായി നടക്കുന്നു. ജനങ്ങൾക്കിടയിൽ വർഗീയ വിഷം ചീറ്റിയ ഭരണകൂടവും അതിന് കുടപിടിച്ച പോലീസുമാണ് യഥാർത്ഥ പ്രതികൾ. പോലീസ് അക്രമികൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഫൈസാൻ എന്ന യുവാവിനെ പോലീസുകാർ വളഞ്ഞിട്ട് തല്ലുന്നതും ചോരയേൽപ്പിച്ച് കിടക്കുന്ന അവനോട് ദേശീയഗാനം പാടാൻ നിർബന്ധിക്കുന്നതുമായ വീഡിയോ രാജ്യം കണ്ടതാണ്. ആ പരിക്കുകൾ കാരണം ഫൈസാൻ പിന്നീട് മരണപ്പെട്ടു. സമരത്തിന്റെ പ്രതീകമായി മാറിയ ദേശീയഗാനത്തെ പോലും അപമാനിച്ച പോലീസുകാർക്കെതിരെ എന്ത് നടപടിയുണ്ടായി? സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഹിംസാത്മകമായ ജനകീയ സമരത്തെ അടിച്ചമർത്താൻ ഭരണകൂടവും പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. വിയോജിപ്പുകളെയും ജനാധിപത്യ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുക എന്നായിരുന്നു അവർ ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു.